പരിഭാഷയിലുണ്ട്. അതിൽ പരബ്രഹ്മത്തിന്, ഈശ്വരന്, പടച്ചോന് കൊടുത്തിരിക്കുന്ന പരിഭാഷ അള്ളാഹു എന്നാണ്. അപ്പോൾ അള്ളാഹു എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം ആരാധിക്കാനുള്ള ഒരു കുലദൈവത്തിന്റെ പേരല്ല. അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ. യഥാർത്ഥത്തിൽ ആരാധനകളും പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും സമർപ്പിക്കപ്പെടാൻ യോഗ്യനാരോ അവനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ തന്നെ മാറ്റണം. നിങ്ങളുടെ അള്ളാഹു അല്ല, നമ്മുടെ എല്ലാവരുടെയും പടച്ചവൻ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചവൻ. ആ പടച്ചവന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു മതമല്ല. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് വന്ന മതവുമല്ല. മറിച്ച് മനുഷ്യാരംഭം മുതൽ ഈ ലോകത്തുള്ള ആദർശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് സർവവും സമർപ്പിക്കുക വഴി ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പദമാണ് ഇസ്ലാം എന്നത്. പേരുകൊണ്ട് അടിസ്ഥാനപരമായ ഒരാൾ മുസ്ലിം ആകുന്നില്ല. മുസ്ലിം പേരുള്ള ആണും പെണ്ണും മുസ്ലിം സമുദായത്തിന്റെ ഭാഗമാകും. എന്നാൽ തച്ച് തള്ളിയിട്ടാലും പടിഞ്ഞാറോട്ട് വീഴാത്ത അഥവാ നമസ്കരിക്കാൻ പോകാത്ത മുസ്ലിങ്ങളില്ലേ, മദ്യപിക്കുന്ന മുസ്ലിങ്ങളില്ലേ, അവന്റെ പേര് മുഹമ്മദുമാണ് എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി ആ വ്യക്തി മുസ്ലിം ആകുന്നില്ല. പേര് ഇസ്ലാം ആയില്ല എന്നതുകൊണ്ട് ഇസ്ലാം അംഗീകരിക്കാൻ യാതൊരു തടസ്സവും ഇല്ല.